ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ആദ്യ ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് ആരംഭിക്കുകയാണ്. ആ ടാസ്കിന്റെ പേര് ഹീറോ. അതെ, വാക്കിനേക്കാൾ മൂർച്ചയുള്ള പദം ഹീറോ. മനുഷ്യൻ രഹസ്യമായി കൈക്കലാക്കുവാൻ ശ്രമിക്കുന്ന വജ്രായുധം, അതാണ് പവർ. ആ പവർ ലഭിച്ച ആൾക്കാരെയാണ് ഹീറോ എന്ന പേരിൽ വിളിക്കുക. ഇത് നിങ്ങളെ സർവാധികാരിയാക്കും. ഒരു ലീഡറിനെ സർവാധികാരിയാക്കുന്നത് ഈ പവറാണ്. ആ പവറിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഒരാൾക്ക് മാത്രമാണ് സാധിക്കുക. അവനാണ് ഹീറോ. ശക്തരായ ലീഡർമാരെ വാർത്തെടുക്കുവാൻ കെൽപ്പുള്ളവൻ ആരാണ്? നിങ്ങളുടെ പവർ തെളിയിക്കുവാനുള്ള അവസരമാണിത്. ഒട്ടും വിട്ടുകൊടുക്കാതെ മത്സരിക്കുവാൻ എത്തിയവനാണ് നിങ്ങളുടെ ഹീറോ. ആ വ്യക്തിയാണ് ക്യാപ്റ്റൻ. ഈ കേട്ട വാക്കുകളൊക്കെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി തയ്യാറെടുപ്പോടുകൂടി നിൽക്കുന്ന ആൾക്കാർക്കുള്ള മുഖവുരകളായിരുന്നു. അടുത്തത് ടാസ്കിന്റെ നിയമാവലികളാണ്. ഗാർഡൻ ഏരിയയിൽ ഒരു ഭാഗത്ത് ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചെളിക്കുള്ളിൽ പന്തുകൾ നിറഞ്ഞു കിടപ്പുണ്ട്. തൊട്ടടുത്ത് നിങ്ങളുടെ പേരുകൾ എഴുതിയ ഒരു ബാസ്ക്കറ്റും അതിനോട് ചേർന്ന് തന്നെ പച്ച, മഞ്ഞ, ചുമല കളറിലുള്ള ലൈറ്റുകളും കാണാം. മത്സരം ആരംഭിക്കുവാനുള്ള ബസറടിക്കുമ്പോൾ ആദ്യം ചുവപ്പ് ലൈറ്റുകൾ തെളിയും. ആ സമയത്ത് ചെളിയിലിറങ്ങുവാൻ പാടുള്ളതല്ല. എന്നാൽ പച്ച ലൈറ്റ് തെളിയുമ്പോൾ ചെളിയിൽ നിന്നും പന്തുകൾ എടുക്കണം. ശേഖരിക്കപ്പെട്ട പന്തുകൾ നിങ്ങളുടെ പേരെഴുതിയ ബാസ്ക്കറ്റുകളിൽ നിക്ഷേപിക്കണം. പച്ച ലൈറ്റ് വീണ്ടും ചുവപ്പ് ലൈറ്റ് ആകുന്നതിന് മുൻപ് മഞ്ഞ ലൈറ്റ് തെളിയും. ആ മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ ശേഖരിച്ച പന്തുകളുമായി പുറത്തു കടക്കണം. ചുവപ്പ് ലൈറ്റ് തെളിയുന്ന സമയത്ത് ആരെങ്കിലും ചെളിക്കകത്ത് നിന്നാൽ അവർ മത്സരത്തിൽ നിന്നും പുറത്താകും. ഇതാണ് മത്സരത്തിന്റെ നിയമാവലി. ഇതിൽ പച്ച ലൈറ്റ് കത്തിക്കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബോളുകൾ ചെളിയിൽ നിന്നും കളക്ട് ചെയ്ത് സ്വന്തം ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുന്ന വ്യക്തിയാണ് ക്യാപ്റ്റനായി വരിക. അതിന്റെ കളി തുടങ്ങുവാൻ പോവുകയാണ്. ആ അപ്ഡേഷനുമായിട്ട്, അതായത് ആരാണ് കളിയിൽ വിന്നറായത് എന്നുള്ളതിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഒലിവ് ക്രിയേഷൻ വീണ്ടും ഉടൻ തന്നെ മടങ്ങിയെത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.